കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തെളിഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ഫലം മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ഇത് എടുത്തു പറയുകയും ചെയ്തു. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് BJP കയറാൻ പോവുകയാണ്. ദക്ഷിണേന്ത്യ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തെളിയുമോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് ഒഴിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളും തളരുകയാണ്. ഇത് കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. പാർട്ടി കോൺഗ്രസിൻ്റെയും CPIയുടെയും CPMൻ്റെയും പാർട്ടി കോൺഗ്രസിന് അങ്ങനെ സമ്മേളനമില്ല, എന്നാലും അവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ കണക്ക് വെച്ച് വരെ ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിൽ മാത്രമാണ് എന്തുണ്ടാത്തത്, കൊഴിഞ്ഞു പോക്കോ ഒന്നുമില്ല. അവർ ഒരു സ്റ്റേബിളായി പോകുന്ന പാർട്ടിയാണ്. കേരള കോൺഗ്രസ് പോലും നിങ്ങൾ നോക്കണം, പല കഷ്ണങ്ങളായി പലയിടത്ത് നിന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇപ്പം ലയിക്കണോ വേണ്ടേ, ജോസഫ് മാണിയും കൂടെ ഒന്നിക്കണോ വേണ്ടെന്നുള്ള, മാണി ഗ്രൂപ്പും കൂടെ ഒന്നിക്കണോ വേണ്ടെന്നുള്ള വലിയ ചർച്ചകളാണ് അവർ പോകുന്നത്. അണികൾക്ക് വലിയ കൺഫ്യൂഷനാണ് അതിനകത്ത്, നമ്മൾ കാണുന്നില്ല. കോട്ടയത്തെ അണികൾക്കെല്ലാം വലിയ കൺഫ്യൂഷനാണ്, അവർ ഒന്നിക്കണോ എന്നുള്ള നിലയിൽ, UDF പോകണമെന്നുള്ള നിലയിൽ. ആ സമയത്ത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. നമ്മൾ സത്യത്തെ സത്യമായി കാണണം. 2 സീറ്റിൽ നിന്ന് രാജ്യം ഭരിക്കാൻ പറ്റിയ പാർട്ടിയായി അവർ മാറി. 30 സ്റ്റേറ്റിൽ 27 26 സ്റ്റേറ്റിലേക്ക് അവർ ഭരണത്തിൽ വന്നു. ബീഹാറിൽ അവർ ഭരണത്തിൽ വന്നു. ഇത് നമ്മൾ കാണണം. ഇപ്പൊ സംഭവിക്കുന്നതാണ്, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരുവിധപ്പെട്ട VVIPs നമ്മൾ പറയുന്ന എത്രയോ പേരാണ് BJP പോയത്. അവരെ നമുക്ക് കണ്ണടച്ചങ്ങ് പോകാൻ പറ്റുമോ? അവർ വെറും ഒരു മോദി ഫക്തി കൊണ്ട് മാത്രം പോകണം, അല്ല എല്ലാവരും അധികാരമോഹത്തിൽ പോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്രയോ ആളുകൾ അതിനകത്ത് പോകുന്നു. മാത്രമല്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ വന്നതിന് ശേഷം കുറേ കൂടി പ്രൊഫഷണലായും കുറേ കൂടി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് അവർ പോകാൻ പോകുന്നു. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. മുസ്ലിം വീടുകളിലേക്ക് അവർ സഞ്ചരിക്കാൻ പോകുന്നു, അവിടെ പോയി കാര്യം പറയുന്നു. ക്രിസ്ത്യാനികളിൽ ബീഹാറിലെ മുസ്ലിം ഏരിയയിൽ നിന്ന് NDAക്ക് വലിയ മുന്നേറ്റമുണ്ട്. BJPക്ക് NDA എന്ന് നിതീഷ് കുമാറിനല്ല, BJPക്ക് വലിയ സീറ്റുണ്ടായി. അതും വേറെ തമാശകൾ മനസ്സിലാക്കിക്കോളൂ വിജയനാഥ് സാറേ. BJPക്ക് സീറ്റ്, അപ്പൊ UPയിലും അത് തന്നെ കഥ. BJPയുടെ RSSന്റെ BJPയുടെ കടുകട്ടി സംഘപരിവാറുകാരനെ നിർത്തിയിട്ടാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടുത്തെ ഒരു മുസ്ലിം നമ്മളിവിടെ പരീക്ഷിക്കും പോലെ മുസ്ലിം ഇപ്പൊ BJP പിന്നെ മലപ്പുറത്ത് അബ്ദുൽ സലാം എന്നൊക്കെ പറഞ്ഞ ഒരാളിനെ പരീക്ഷിച്ചല്ലോ, മറ്റേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ BCA, പഴയ BCA. അതുപോലെ അബ്ദുള്ള കുട്ടിയെ പോലെ മുസ്ലിങ്ങളുടെ ഏരിയയിൽ മുസ്ലിങ്ങളെ വെച്ചല്ല BJP അവിടെ പരീക്ഷിച്ചത്. മുസ്ലിങ്ങളുടെ ഏരിയയിൽ ആരാ മത്സരിച്ചത്? സംഘപരിവാറുകാരൻ, RSSകാരൻ, BJPക്കാരൻ. എന്നിട്ട് ആര് വോട്ട് ചെയ്തു? മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു. ഗോവയിൽ ആരാണ് ഭരിക്കുന്നത്? ക്രിസ്ത്യാനി അല്ലല്ലോ മുഖ്യമന്ത്രി. ക്രിസ്ത്യാനികളെല്ലാം വോട്ട് ചെയ്യുന്നില്ലേ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ സാറ്. അപ്പൊ അതുകൊണ്ട് മോഡി കാരണം അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണി ചെയ്ത് പോകുന്ന ഒരു സംഘടനയും സംവിധാനവും അതിനകത്തുണ്ട്. കോൺഗ്രസ് ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഠിക്കേണ്ടതുണ്ട്. പണ്ട് MA ബേബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ല അങ്ങോട്ട് കയറുന്നില്ല? ഇല്ലാതായത് പോട്ടെ, അങ്ങോട്ട് കയറണ്ടേ? ഇനിയിപ്പോ ഇന്ത്യയിൽ ഇത്രയും ദാരിദ്ര്യമുണ്ട്, അമേരിക്കൻ സാമ്രാജ്യത്വം, അത് ഇത് ആഗോളവൽക്കരണം എല്ലാം പറഞ്ഞാലും ദരിദ്രരുടെ ഇടയിൽ കയറാൻ ആർക്ക് പറ്റുന്നില്ല? ദാരിദ്ര്യമുള്ളിടത്താണല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറാൻ പറ്റുന്നത്. പക്ഷെ അവർക്ക് കയറാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ. എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വഴിമാറുന്നു. പിന്നെ നരേന്ദ്രമോദി ഡൽഹിയിൽ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞു, ഗംഗയാർ ഒഴുകുന്നത് ബീഹാർ വഴി ബംഗാൾ വഴിയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നേരെ അടുത്ത് ചൂണ്ടിയത് എവിടെയാണ്? കേരളത്തിലേക്കാണ് ആദ്യം ചൂണ്ടിയത്. ബീഹാർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബീഹാറിലൂടെ ഒഴുകുന്ന ഗംഗാ നദി ബംഗാളിലെത്തി, അപ്പൊ ബംഗാൾ നമ്മൾ പിടിക്കും, അടുത്തതാ കേരളം. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ വളരെ പ്ലാൻഡ് ആയിട്ടാണ് കേരളത്തിലേക്ക് വലിയ തോതിലാണ് BJP ഹോംവർക്ക് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇപ്പൊ തിരുമലാനിൽ മരിച്ചു. അമിത്ഷാ കേരളത്തിൽ തുടർച്ചയായി 2 തവണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ സൂചന കണ്ടിരിക്കണം. വളരെ വലിയ സൂചന ഉണ്ട്. അപ്പൊ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, പന്തളം, കൊല്ലം, അത് തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ ഇത് രണ്ടും പിടിച്ചെടുക്കും. പിന്നെ 11 മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ. കാരണം മറ്റൊന്നുമല്ല, CPMും CPIയും കോൺഗ്രസും ഒക്കെ പഠിക്കേണ്ട ഒരു കാര്യം, ഇന്നൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ഒരു പാർട്ടിക്കകത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യം ഒരു നേതാവിന് കഴിഞ്ഞില്ലെങ്കിൽ ഓടി ഇറങ്ങിപ്പോയി എവിടെ കയറാം? അടുത്ത പാർട്ടിയിൽ കയറാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ധാരാളം പേര് BJPയിലേക്ക് കയറുകയാണ്. ഇത് കാണണ്ടേ? അപ്പൊ ഈ സംഘടനാ സിസ്റ്റം, ഈ RSS, പിന്നെ പഴയതുപോലൊരു RSS BJP സംഘർഷമൊന്നും ഇപ്പൊ ഇല്ല. അവർ പലപ്പോഴും പല തട്ടിലൊക്കെയാണ് നിന്നിട്ടുള്ളത്. RSS CPM ഞാൻ പറഞ്ഞ അതല്ല, RSSും BJP. RSS BJP പലപ്പോഴും RSSകാർ എന്ത് ചെയ്യാറില്ല, തെരഞ്ഞെടുപ്പിനൊന്നും അങ്ങനെ ഇറങ്ങാം. BJPക്കാർ ഇറങ്ങി പ്രവർത്തിക്കും. കടുകട്ടി സംഘപരിവാർ എന്ത് ചെയ്യാറില്ല,
ഇതിന്റെ ചുമതലയൊന്നും എടുക്കാറില്ല. അവർ സംഘപ്രവർത്തനമായിട്ട് അങ്ങ് നടക്കും. അവർ ആതുര സേവനം, സേവാഭാരതി, പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായിട്ട് നടക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, കർശനമായ നിർദ്ദേശമാണ്. അപ്പൊ അതിന് RSSകാർ എന്തിലുണ്ട്? അല്ല, സ്ഥാനാർത്ഥി പട്ടിക തീർച്ചപ്പെടുത്തുന്നതിൽ അവർക്ക് പങ്കുണ്ട്. സ്ട്രാറ്റജികൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ RSSന് വലിയ പങ്കുണ്ട്. ഇപ്പോ ഒരു ബ്രെയിൻ ആണല്ലോ, ബ്രെയിനാണ്, RSSന്റെ ബ്രെയിൻ അതിനകത്തുണ്ട്. അപ്പൊ അത് നമ്മൾ കാണണം. നമ്മൾ സത്യത്തെ സത്യമായി കണ്ടു പോകണം. അല്ല കള്ള കണക്ക് കൊടുത്തതുകൊണ്ട് ഇവിടെ ചാനലുകളെല്ലാം ചെയ്ത പണി എന്താ? News 18 ഒഴിച്ച് സകല ചാനലുകളും നമ്മുടെ ഈ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനിലെ 91 108 അടിച്ചു രണ്ട് മുന്നണിക്കും. അങ്ങനെ ഇല്ലായിരുന്നു. ഏതോ പൊട്ട ദേശീയ ചാനലിൽ വന്ന ബീഹാർ ചാനലിൽ വന്നാണ് എടുത്തടിച്ചത്. ഞാൻ പിന്നെ അതിനകത്ത് പ്രോസസ് ചെയ്തായിരുന്നു. News 18 ഒഴിച്ചുള്ള സകല ചാനലിലും എന്താ വന്നത്? ഫേക്ക് ന്യൂസാണ് വന്നത്. അപ്പൊ ഇതാദ്യം നമ്മൾ കാണാതെ നമ്മൾ പോകാൻ പറ്റില്ല സാർ. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ബെൽറ്റിൽ, മുസ്ലിം ബെൽറ്റിൽ, ത്രിപുരയിൽ, ബംഗാൾ രാഷ്ട്രീയം കറങ്ങുന്നത് മമതാ ബാനർജിക്ക് ചുറ്റുമല്ലേ? മമതയ്ക്ക് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? മമത കഴിഞ്ഞ അവിടുത്തെ രാഷ്ട്രീയ നേതാവാരാ? വലിയ ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്റ്റാലിനൊന്നുമില്ലല്ലോ, ഉദയനിധി സ്റ്റാലിനെയൊക്കെ കയറ്റിയെടുക്കുന്നുണ്ട്, വേറെ കാര്യം. പക്ഷെ അവിടെയൊക്കെ ഇല്ല സാറേ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലും BJP അതിശക്തമായ ഗ്രൗണ്ട് വർക്ക് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ തിരുവനന്തപുരത്തിലെ 10-30-40 വർഷമാണ് ജീവിക്കുന്ന BJP വരും എന്നൊരു ചർച്ച ഇപ്പോഴല്ല, നമുക്ക് എപ്പോഴും നടത്താൻ പറ്റിയോ? പണ്ട് നമുക്കങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. BJP വരുമെന്നൊരു ചർച്ച നടത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ വരുമോ വരില്ലേ എന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ എവിടെ ഉണ്ടായി? കേരളത്തിലുണ്ടായി. അത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നാളെ ലീഗും BJP ആയിട്ട് സഖ്യമായാലും അത്ഭുതമില്ല. അല്ല, പിന്നെ കാശ്മീരിൽ ഉണ്ടായിട്ടില്ല, അത്ഭുതമേ ഇല്ല. പിന്നെ ബീഹാറിൽ ഇപ്പം അവരുടെ കോട്ടകളിൽ കയറിയിട്ടുണ്ട് BJPക്ക് മുന്നേറ്റം. കേരള കോൺഗ്രസ് ജോസഫ് സാറിന്റെ കാലം കൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞ്, പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസുകളും ഇപ്പൊ PC ജോർജും ഷോൺ ജോർജ് അല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP നല്ല മുന്നേറ്റമാണെന്നുണ്ടെങ്കിൽ ഇരു മുന്നണികളിലുമുള്ള LDFലും UDFലും ഉള്ള ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ചാഞ്ചാട്ടം ഉണ്ടാകും. ഉറപ്പ്. NDA മുന്നണി വിപുലമാകും. ഉറപ്പ്. ഒരു പ്രാവശ്യം ഇവരൊന്ന് സ്ട്രോങ് ആണെന്ന് അറിഞ്ഞാൽ ഒരുപാട് അതാണ് പവർ പൊളിറ്റിക്സ് ആണ്. നമ്മൾ പൊളിറ്റിക്സിൽ വേറെ കാസ്റ്റും ഇതൊന്നുമില്ല, നമ്മൾ കാണുന്നതാണ്. പവർ പൊളിറ്റിക്സ് ആണ് പ്രധാനം. പല പാർട്ടികളും വരും, മുന്നണി സമവാക്യം മാറും. കേരളത്തിൽ മാറിയിട്ടുണ്ടല്ലോ. കേരളത്തിൽ RSP BSP എന്നൊക്കെ പറഞ്ഞ പഴയ കഥകൾ എടുത്താൽ ഇതുപോലത്തെ മുന്നണി ഉണ്ടായിരുന്നില്ലേ? ഇടതുപക്ഷ മുന്നണി, ഐക്യമുന്നണിയൊന്നും അല്ലല്ലോ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകും. BJP ഒരു വളരുന്ന പ്രസ്ഥാനമായി, വളരെ സൈലന്റായി, ഒരു സ്ലീപ്പർ സെൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വളരെ സൈലന്റായി സംഘടനാ പ്രവർത്തനം നടത്തി പോകുന്നു. ഈ പ്രാവശ്യത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിശക്തമായ ഒരു പിന്തുണ ഇവർക്ക് കിട്ടും. അത് പിന്നെ ശബരിമല വിഷയത്തിൽ കുറേയൊക്കെ അവർക്ക് കോൺഗ്രസിന് കിട്ടുമ്പോൾ, കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലല്ലോ, കോൺഗ്രസിന് കിട്ടുമ്പോൾ കുറേ കാര്യങ്ങൾ BJPക്ക് കിട്ടും. എന്തെങ്കിലും ആന്റി ഇൻകംബൻസ് ഉണ്ടെങ്കിൽ അതും BJPക്ക് കൂടി പങ്കുവച്ച് കിട്ടും. ഇപ്രാവശ്യം തീർച്ചയായിട്ടും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും കേരളത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.